ഇവിടെ ഇതൊന്നും മതത്തിന്റെ ആംഗിൾ ഇല്ല എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ട് പറയാണ്. ഖുറാനിലെ 2-ാമത്തെ സൂറത്ത് 2:221 ആയത്ത് എടുക്കുക. ഈ കുരുക്കിന്ന് നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? രക്ഷപ്പെടും സാർ. പ്രോബ്ലം എന്നെ തെരിയുമാ? നീയാണ്. അതെ, ഞാനാണ്. ഇല്ലാത്ത ഒരു കാര്യം ഒരു പ്രൊപ്പഗണ്ട ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു വലിയ വേട്ടയാടലാണ് ലവ് ജിഹാദ് എന്ന ഓമന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ ജലീൽ, ആ സോനിയുടെ മാതാപിതാക്കളുടെ രോദനം, അമ്മയുടെ സുഹൃത്തിന്റെ ജ്യേഷ്ഠന്റെ രോദനം താങ്കൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും സത്യം മായ്ച്ചുകളെ നിങ്ങൾക്കാവില്ല. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് കളമൊരുക്കുക എന്ന ഏക ലക്ഷ്യത്തോടു കൂടി ചില ആളുകൾ ചിലരെ വട്ടം ചൂട്ടിയിരുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു അജണ്ട, ഒരു തന്ത്രം. ഇങ്ങനെയൊരു ജന്മം ഇവിടെ നിങ്ങൾ ഹാരിഫ് ഹുസൈൻ എന്നൊരാളെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് 6-ാം നൂറ്റാണ്ടിലെ അജ്ഞാതമായ ഏറ്റവും പിന്തിരിപ്പനായ ഒരു ആശയത്തിന്റെ സംവിധാനമാണ് ഈ മതം എന്ന് പറയുകയും സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് റമീസ് എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനലാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു തെമ്മാടിയാണ്. ആ ക്രിമിനലിനെ നിങ്ങൾ ഏതർത്ഥത്തിലാണ് മുസ്ലിം സമുദായത്തിന്റെ വക്താവായി നിർണയിക്കുന്നത്? നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇതിനൊക്കെ മറുപടി പറയേണ്ടത് കേരളത്തിലെ പ്രബുദ്ധരായ മുസ്ലിം മതസംഘടനാ നേതാക്കളാണ്. ഇവിടെ മുന്നേ സംസാരിച്ച ആള് ചെയ്ത ആ ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത്, ഇതില് ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തി ഒരു ക്രിമിനലാണ്, അതിലാർക്കും സംശയമൊന്നുമില്ല. പക്ഷേ ക്രിമിനൽ ആയിട്ടുള്ള ആ ചങ്ങാതി ചെയ്തു വെച്ചിട്ടുള്ള കാര്യത്തെ നമുക്ക് വെളുപ്പിക്കാൻ കഴിയില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇത് ഓരോ വിശ്വാസിയുടെ മേലെ ബാധിക്കുന്ന ഒരു മതപരമായ ഇൻസ്ട്രക്ഷനാണ്. 100% ഞാൻ യോജിക്കുന്നു. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സംഭവം കുറച്ച് നാൾ മുന്നത്തേക്ക് ഞാൻ പറയാം. അത് നമ്മളെ മുഖ്യമന്ത്രിയുടെ മകള് റിയാസുമായിട്ട് കല്യാണം കഴിഞ്ഞപ്പോ അതിന് ഈ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ഖല്ലായി അബ്ദുറഹ്മാൻ പറഞ്ഞ എന്താണ്? അത് വ്യഭിചാരമാണെന്നാ പറഞ്ഞ്. ഇനിയിപ്പോ കരഞ്ഞാ മതിയല്ലോ, നാണമില്ലാത്തവൻ. എന്തൊരു ബഹളമായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യഭിചാരം എന്നുള്ള രീതിയിലേക്ക് വരുന്നത്? അത് വരുന്നത് കല്ലായി അബ്ദുറഹിമാന്റെ ഒരു ഫാൻസിഫുൾ ആയിട്ടുള്ള ഇമാജിനേഷൻ ആണോ? അല്ല. ആളത് വലിയ ചർച്ചയായപ്പോ ആൾ അവിടെ പറഞ്ഞു കൊടുത്ത് അതിനുള്ള മറുപടി എന്തായിരുന്നു? ആളതിന് പറഞ്ഞ മറുപടി, ഞാൻ പറഞ്ഞത് മതപരമായ ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. ഇവിടെ ഇതൊന്നും മതത്തിന്റെ ആംഗിൾ ഇല്ല എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ട് പറയാണ്. ഖുറാനിലെ 2-ാമത്തെ സൂറത്ത് 2:221 ആയത്ത് എടുക്കുക. അതിനകത്ത് പച്ചക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ്? ബഹുദൈവ വിശ്വാസിനിയെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. അങ്ങനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ഒന്നുകിൽ അവർ ഇസ്ലാമിലേക്ക് വരണം, അല്ലെങ്കിൽ അവർ കല്യാണം കഴിക്കരുത്. പിന്നെ നമ്മുടെ ഗ്രാമത്തിന് ഒരു ആചാരമുണ്ട്. വേണം, അത് വേണം, അതില്ലാതെ പറ്റുകയില്ല. അക്കൂസി പോകുന്നതിന് വരെ ഹോമം നടത്തുന്ന വിവരദോഷികൾ. പിണറായി വിജയനല്ല അവരുടെ കൂടെ നിന്ന് ഏത് സുൽത്താൻ വന്നാലും ഈ കൊടിയുടെ ഇസത്തിനെ തകർക്കാൻ സമ്മതിക്കില്ല. പച്ചക്ക് എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ഈ പറയുന്നത്. ഇതൊക്കെ എത്ര വിശ്വാസികൾക്ക് അറിയാം? നമ്മൾ എക്സ് മുസ്ലിങ്ങളായിട്ട് ഇത് വിളിച്ച് പറയുമ്പോൾ നമ്മളെ സംഖ്യയാക്കാനും അല്ലെങ്കിൽ നമ്മളെ വേറെ എന്തെങ്കിലും ചട്ടുകമാക്കാനൊക്കെയാണ് നിങ്ങൾക്ക് ത്വര. നിങ്ങൾക്ക് കുറെ കാലം ഇത് കുഴിച്ച് മൂടിക്കൊണ്ട് നടക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ഇത് പച്ചക്ക് എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. ഇവിടെ എന്തുകൊണ്ട് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു കല്യാണത്തിന് മുതിരുമ്പോൾ പ്രണയത്തിലേക്ക് പെടുമ്പോൾ അതൊരു അമുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി, അത് ഹിന്ദു ആകുമ്പോഴാണ് ഈ പ്രശ്നം. ക്രിസ്ത്യാനിയോ ജൂത വനിതയോ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രോബ്ലം ഇല്ല. അത് നേരിട്ട് കല്യാണം കഴിക്കാം, കാരണം അതിനുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം ഇദ്ദേഹത്തിനില്ല. അയ്യോ, ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു അത് ചെയ്യാൻ പാടില്ല. ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ മതം മാറ്റിയേ പറ്റൂ എന്നത് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഫത്വ വേണമെങ്കിലും എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഞാൻ പോണു. എന്താണോ ഞാൻ പോണു? എടോ, ഞാനൊന്ന് മാറിയപ്പോ എന്താണോ സംസാരിക്കാൻ സമയമില്ല ബാഹു, ഞാൻ പോണു. ഇതിനെ പറയുമ്പോൾ ഒരു ജിഹാദിന്റെ ആവശ്യമില്ല, ഒരു ആസൂത്രണത്തിന്റെ ആവശ്യമില്ല, ഒരു കൂട്ടം ആളുകൾ അതിന്റെ പിന്നിൽ ഉണ്ടാവേണ്ടതില്ല. ഓരോ വ്യക്തിയും മതം കയ്യിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവൻ അതെടുക്കും. ഇനി ഇത് പറയുമ്പോൾ നമ്മൾ ഒരു ക്രിമിനൽ ആയതുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ പറയും. ഈ ക്രിമിനലായ ഈ പറയുന്ന റമീസിനെ വിളിച്ചിട്ട് നിങ്ങൾ 1 കിലോ പോത്തിറച്ചിക്ക് പകരം ഒരു പന്നിയിറച്ചി വെച്ച് കൊടുത്ത് നോക്കിയേ, ഈ ക്രിമിനലായ ഈ പറയുന്ന ചങ്ങാതി അത് കഴിക്കില്ല. അവൻ എന്താ പറയാ? എനിക്ക് ഹറാമാണെന്ന് പറയും. ഒരു പോയിന്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഈ റമീസ് എന്ന് പറയുന്ന ആളെടുത്ത് പന്നിയിറച്ചി കൊണ്ടുപോയാൽ ഇത് ഹറാമാണ്, ഞാൻ തിന്നത്തില്ല. ഞാൻ നാളെ ചോദിക്കട്ടെ, ഈ ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരാള് നാളെ എന്ത് തോന്നിയാസം കാണിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം ഈ നാട്ടിലെ
മുസ്ലിം സമുദായം പേറേണ്ടതുണ്ടോ? ചക്ക എന്ന് പറഞ്ഞ മാങ്ങാന്നാ കേക്കണേ. ഓ പാണ്ടിക്കരിമ്പാറ പോലെയാണ്. ഇത് 6-ാം നൂറ്റാണ്ടിലെ അജ്ഞാതമായ ഏറ്റവും പിന്തിരിപ്പനായ ഒരു ആശയത്തിന്റെ സംവിധാനമാണ് ഈ മതം എന്ന് പറയുകയും, എന്നാൽ ആ പേരുപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ RSS സംവിധാനങ്ങളുമായിട്ട് ഇപ്പൊ പുതുതായി ഉണ്ടായ ചില അധികാര കേന്ദ്രീയങ്ങളുമായിട്ട് അടുക്കാൻ കുറെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഖുറാനിലുള്ള സൂറത്ത് എഴുതിയതൊന്നും സംഘശാഖയിൽ ഇരുന്നിട്ടല്ല. നിങ്ങൾ അതിൽ നിന്ന് വായിക്കും. അപ്പം ഇവിടെ പച്ചയ്ക്ക് നമ്മൾ പറയുന്നു, ഈ പറയുന്ന കത്തിൽ ഈ ആത്മഹത്യ കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നു. നിങ്ങൾക്ക് അതിനെ തൊടാൻ ധൈര്യമില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ അതിലേക്ക് വരൂ. പച്ചയ്ക്ക് അവിടെ പറയുന്നു മതമാറ്റം നിർബന്ധിക്കുന്നു. എന്താണ് ഈ മതമാറ്റം നിർബന്ധിക്കുന്നതിന് പിന്നിലുള്ള ചേതവികാരം? ഞാനിവിടെ പറഞ്ഞ ആളുകൾ മറ്റുള്ള ആളുകൾ പറഞ്ഞതുപോലെ ആസൂത്രിതമായ നീക്കം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. മതപരമായ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതിനുള്ള തെളിവ് ഖുർആനിൽ നിന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നത്. ആ ഒരു വസ്തുതയുടെ മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അത് സംഖ്യയാണെന്ന് പറഞ്ഞാൽ നിങ്ങളപ്പോ പറഞ്ഞു വെക്കുന്നത് മുഹമ്മദ് നബി സംഖ്യയായിരുന്നു. മുഹമ്മദ് നബി സംഖ്യയായിരുന്നു. ഇപ്പോ മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് സത്യത്തിൽ ആ പെൺകുട്ടിയെ നമ്മളെല്ലാവരും കൂടിയാണ് കൊന്നത്. ഇവിടുത്തെ മാധ്യമങ്ങളാണ് കൊന്നത്, ഇവിടുത്തെ സിസ്റ്റമാണ് കൊന്നത്. കാരണം എന്താണ്, കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നു ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വിഷയമുണ്ട്, ഈ മതമാറ്റം ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് മുഴുവൻ സംഘികളുടെ വാദമാണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ഏതെങ്കിലും പള്ളിയിലച്ചൻ പറഞ്ഞ പള്ളിയിലച്ചന്റെ മണ്ടയ്ക്കോട്ട് കയറിക്കൊണ്ട് ഈ വിഷയം ഒരിക്കൽ പോലും ചർച്ച ചെയ്യാൻ നിൽക്കാതെ, ഇതിപ്പോ ഈ പെൺകുട്ടി മരിച്ചതുകൊണ്ടല്ലേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. മരിക്കാതെ ഇതൊരു വിഷയമായിട്ട് ഒരു കത്തെഴുതി വെച്ചു, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു എന്ന് വിചാരിച്ചു നോക്കൂ. ഇത് എവിടെയെങ്കിലും ചർച്ചയോ, ഇത് എവിടെയെങ്കിലും ആളുകൾ എടുക്കുമോ? ഇതൊക്കെ നിന്റെ തോന്നലായിരിക്കും എന്ന് പറഞ്ഞ് ഇതിനെ നമ്മൾ നള്ളിഫൈ ചെയ്യലേ ചെയ്യുള്ളൂ. ഇത് ഒരു കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു, ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്ന് നമുക്ക് അംഗീകരിക്കാൻ പോലും, അക്നോളജ് ചെയ്യാൻ വേണ്ടി പോലും അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ ദുരവസ്ഥ നിങ്ങൾ ആലോചിക്കും. ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ പറയുന്നത്. ഒരു വിഷയം ഉണ്ടായാൽ അതിന്റെ ആ മെറിറ്റിൽ നിന്ന് അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഇത് നമ്മൾ ഇനിയും തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ആളുകൾ ഇതേപോലെ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഒരു കണ്ണാടി എടുത്ത് മുഖത്തോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് തറപ്പിച്ച് പറയണം, പാഴായി പോയ ജന്മോന്ന്.